രക്ഷകർത്താക്കൾക്കുള്ള മീറ്റിംഗ് നടക്കുകയാണ്. 10ാം ക്ലാസ് പാസ്സായ കുട്ടികളുടെ രക്ഷകർത്താക്കളാണ്. നല്ല മാർക്ക് വാങ്ങിയ A+ വാങ്ങിയ കുട്ടികളുടെ രക്ഷകർത്താക്കളുണ്ട്. എല്ലാ ശ്രേണിയിലുമുള്ള രക്ഷകർത്താക്കൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം രക്ഷകർത്താക്കളോട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് കത്ത് എഴുതാൻ പറയാണ്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കത്ത് വായിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. കത്ത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: എൻ്റെ പ്രിയ മകനെ, എനിക്കറിയാം നിനക്ക് 2A+, 4A, ബാക്കി D, കഷ്ടിച്ച് പാസ്. എന്നാലും ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നു. അന്നത്തിൽ ഒരു ഓഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന്, ഈ പൊരു വെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന്, സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടയ്ക്കുകയും ചെയ്യുന്നതിന്, ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് ഒരു ഓഹരി കൊടുക്കുന്നതിന്, ഒരു ദിവസത്തെ വീട്ടു ചെലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായ അറിവുള്ളതിന്, നന്നായി പന്തു കളിക്കുന്നതിന്, ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നു. ജീവിതത്തിൻ്റെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ പ്രിയ മകനെ. A+ നേടിയ അവൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും മറ്റു കുട്ടികളെയും അഭിനന്ദിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ അഭിമാനത്തോടെ, നിന്റെ പ്രിയ ഉപ്പ. ഇതാണ് കത്ത്. ജീവിതത്തിൽ പലപ്പോഴും വിജയിക്കലുകൾ മാത്രമല്ല വേണ്ടത്, ചില തോൽവികൾ കൂടി വേണം. തോൽവികൾക്കപ്പുറത്തേക്ക് ജീവിതത്തിനെ മനസ്സിലാക്കുക കൂടിയാണ് പലപ്പോഴും വിജയം.